അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കുന്നു. ആ ബെല്ല് കേൾക്കുമ്പോൾ ഈ വേദിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ പ്രകാശങ്ങളും ദയവായി അണച്ചു തരിക. ഒരു ഇടവേള കൂടാതെയാണ് ഞങ്ങൾ ഈ നാടകം ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇടവക വികാരിയും മറ്റ് ഇടവക കമ്മിറ്റി ഭാരവാഹികളും തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ, വിശിഷ്യ കൊല്ലം അമല കമ്മ്യൂണിക്കേഷൻസിന്റെ പുതിയ നിയമം കാണാനെത്തിയ നിങ്ങൾ ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഹൃദയ കാഠിന്യം മൂലം അജ്ഞാന അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടിയ ജനവിഭാഗങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പുതിയ നിയമങ്ങളിലൂടെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സന്ദേശം എത്തിച്ച് പാപികൾക്ക് വേണ്ടി കാൽവരി മലയിൽ രക്തം ചിന്തി മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ഈ ലോകത്തിൽ നമ്മോടൊപ്പം വസിക്കുന്ന ദൈവപുത്രൻ, അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ഞങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു. പുതിയ നിയമം. പിതാവേ, അങ്ങയുടെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യവും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയില്ല. മകനെ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. അല്ലയോ ദൈവമേ, നിന്റെ സന്തതികൾ നിന്റെ ബീജം ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് എന്റെ ബീജം ഏറ്റുവാങ്ങി എന്റെ സന്തതികൾക്ക് ജന്മം നൽകിയവരാണ്. പക്ഷേ വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ച നിന്റെ പുത്രൻ എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. വിടില്ല ഞാൻ. ഭൂമിയിൽ എന്റെ നിയമം, അവിടെ ഒരു പുതിയ നിയമം വേണ്ട. സാത്താനെ, ഞാൻ വീണ്ടും പറയുന്നു, നീ നിന്റെ യജമാനനായ ദൈവത്തെ സ്നേഹിക്കുക. അല്ലയോ ദൈവപുത്ര, നാളിതുവരെ കണ്ട യൂദ ആയിരിക്കില്ല നാളെ മുതൽ. അതെ, വിനയത്തിന്റെ അങ്കി അണിയുവാൻ ഞാൻ ഇനി ലോകത്തിൽ ആരെയും അനുവദിക്കില്ല. ഇത് സത്യം. സാത്താനെ, അസത്യങ്ങളുടെ പിന്നിൽ പോകാതെ സത്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, യോഹന്നാൻ വെള്ളം കൊണ്ട് ജനങ്ങളെ സ്നാനം നൽകി. പക്ഷേ എനിക്ക് പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും. യേശു, ഇതാ പാതാളത്തിന്റെ താക്കോലും ചങ്ങലയും. നിനക്കിനി പാതാളവും ഭൂലോകവും ഭരിക്കാം എന്റെ ആജ്ഞാനുവർത്തിയായി. ശപിക്കപ്പെട്ട ജന്മമേ, രക്തത്തിൽ മുങ്ങിയ മേലങ്കി ധരിച്ചിരിക്കുന്നവന്റെ നാമം ദൈവവചനമെന്നാണ്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രങ്ങൾ അണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് ഇവനെ അനുഗമിക്കുന്നത് നീ കാണും. അതിന് ഞാൻ അനുവദിക്കില്ല. ഭൂമിയിലെ സകല കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന വെറുക്കപ്പെട്ടവനെ നിന്നെ ഞാൻ ഇതാ അഗ്നിക്കിരയാക്കുന്നു. ജ്വലിക്കുന്ന തീനാളങ്ങൾ ഇവന്റെ മേൽ പതിക്കട്ടെ. സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെത് പോലുള്ള ശക്തമായ സ്വരം നിന്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു. നമ്മുടെ രക്ഷയും മഹത്വവും ശക്തിയും ദൈവത്തിൻ്റെതാണ്. പിതാവിന്റെ വിധികൾ സത്യവും നീതിപൂർണവുമായിരിക്കും. ഇതാ നോക്കൂ, സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. ആ വെള്ളക്കുതിരയുടെ പുറത്തിരിക്കുന്നവനെ ഭൂമിയിലെ ജനത സത്യവാനെന്നും നീതിമാനെന്നും വിളിക്കും. വരൂ, സ്വർഗീയ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കേണ്ട ദൈവത്തിന്റെ കുഞ്ഞാടെ, ഈ ലോകത്തിന്റെ രക്ഷയ്ക്കായി പുതിയ നിയമങ്ങളിലൂടെ ജനതയ്ക്ക് രക്ഷയുടെ സന്ദേശം നൽകിയ ദൈവപുത്ര, സമയമാഗതമായിരിക്കുന്നു. എന്റെ പ്രിയ ജനമേ, യെരുസലേമിലും യൂദായിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും.
ഉണർന്നിടുന്നു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. ദൈവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും ദൈവാലയം പണിയുന്നവനെ സ്വയം രക്ഷ പ്രാപിക്കുക. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. പരിശുദ്ധ ലോകമാതാവേ, ഉമ്മനാടിന്റെ അമ്മേ, ലോകമാതാവേ, മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ചെയ്യും, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ചെയ്യണം.